എൻ്റെ പേര് അനഘ. ഞാൻ ഹിരൻസ് കരിയർ അക്കാഡമിയിൽ ഫസ്റ്റ് ബാച്ചിൽ വന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മ റെഫർ ചെയ്താണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനു മുന്നേ ഞാൻ ഒരിടത്തും വർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഫ്രഷർ ആയിട്ടുള്ള എനിക്ക് ഒരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെ അവിടെ വർക്ക് ചെയ്യണം, എത്ര റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻസ് എനിക്ക് കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സാറും മാമൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് എബിൻ. ഞാൻ ഇപ്പോൾ BBA ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എനിക്ക് ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഡിഗ്രി കഴിഞ്ഞ് എന്ത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിൽ ഇരുന്ന സമയത്താണ് ഒരു മൈൻഡ് ഫുൾ ഔട്ടാണ്, ഒന്നും ചെയ്യാൻ ഒരു മൂഡും ഇല്ല, വീട്ടിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പോൾ ഒരു ഇതായിരുന്നു. പിന്നെയാണ് നമ്മുടെ കോളേജിൽ തന്നെയാണ് ഇൻറ്റേൺഷിപ്പ് അല്ല ഇത് പ്ലേസ്മെൻറ്റ് കിട്ടി, നമുക്ക് ഹിരൺസ് കരിയർ അക്കാഡമിയിൽ കിട്ടിയത്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റ് ബാച്ചിൽ വന്നതാണ്. എനിക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു വലിയ ഇതൊന്നും കാണൂല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. എനിക്ക് നല്ല ട്രെയിനിങ് കിട്ടി. ഇപ്പോൾ ഒരു ഫേമിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്താൽ നമുക്ക് ബെറ്റർ ആവാമെന്നുള്ള ഒരു കാര്യങ്ങളെല്ലാം ഇവിടെ കിടിലായിട്ട് പറയുന്നുണ്ട്. സിദ്ധാർത്ഥ്, ഞാൻ എൻ്റെ കോളേജിലൊരു ഇൻ്റർവ്യൂ വന്നിട്ടാണ് ഞാൻ ഇവിടെ ഹിരൺസ് അക്കാഡമിയിൽ വരുന്നത്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. കാര്യം ഇവിടെ ഈ ഓട്ടോമൊബൈൽസിനെ കുറിച്ചാണ് ഒരുപാട് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഹിരൺസ് സാറിൻ്റെ ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം ഇവിടെ വരുന്നത് എല്ലാവർക്കും ഉപകാരം മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഞാൻ പറയുന്നൊരു ഉറപ്പാണ്. ഹായ്, എൻ്റെ പേര് രാകേഷ്. ഞാൻ ഒരു ഡിപ്ലോമ സ്റ്റുഡൻ്റ് ആയിരുന്നു. ഡിപ്ലോമ കഴിഞ്ഞ് കുറച്ച് നാൾ വീട്ടിലിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല സപ്ലി ഉള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. അപ്പോൾ വേറെ ഒരു നല്ലൊരു ജോബിനോട്ട് ഒരു ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കുറവായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇന്ന് ഫേസ്ബുക്കിൽ ഒരു ആഡ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ ഹിരൺസ് കരിയർ അക്കാഡമിയിൽ വരുന്നത്. ഇവിടെ വന്ന സമയവും എനിക്ക് ഫസ്റ്റ് ഒരു കോൺഫിഡൻസ് കുറവായിരുന്നു. പിന്നെ ഫസ്റ്റ് നമുക്ക് ഒരു കൗൺസിലിംഗ് ക്ലാസ് തന്നു. അതിൽ എൻ്റെ ക്യാരക്ടറും എൻ്റെ കുറച്ച് ആറ്റിറ്റ്യൂഡ്സും ഉണ്ടായിരുന്നു. രണ്ടും എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ അതിനെ എനിക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കേപ്പബിൾ ആയിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അതിനെക്കുറിച്ച് കൂടുതലും എന്താണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ വെറും വണ്ടികളെന്നുള്ള ധാരണ ഒട്ടുമിക്കവർക്കും ഉണ്ടായിരുന്നത്. അതല്ല, അതിനപ്പുറം വേറൊരു ലോകം തന്നെയുണ്ട് എന്നൊരു ഇമേജ് ഹിരൺസ് കരിയർ അക്കാഡമിയിൽ നിന്നാണ് ഞാൻ നേടിയെടുത്തത്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു കരിയറിലോട്ട് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടുന്ന് എനിക്ക് ഒരു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം വെറുതെ ആണെന്നാണ് വിചാരിച്ചത്, പക്ഷെ വെറുതെ ഇല്ല. ഒരു ഫസ്റ്റ് സ്റ്റെപ്പ്, അതെന്തായാലും ഗോഡ് കൈപിടിച്ച് കയറ്റുമ്പോഴത്തെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അതെനിക്ക് ഹിരൺസ് കരിയർ അക്കാഡമിയിൽ നിന്നാണ് കിട്ടിയത്. എൻ്റെ പേര് റോമിയോ എന്നാണ്. ഞാൻ തേർഡ് ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എക്സാം കഴിഞ്ഞ് വെറുതെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് എൻ്റെ ടീച്ചർ ഇങ്ങനെ ഒരു അക്കാഡമിയുടെ സ്ക്രീനിങ് ഉണ്ട്, കോളേജിലോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ ഉറപ്പി നടന്ന്, പിന്നെ ടീച്ചർ നിർബന്ധിച്ചാണ് എന്നെ ഈ സ്ക്രീനിങ്ങിൽ വിട്ടത്. ഹിരൺസ് കരിയർ അക്കാഡമിയിൽ എൻ്റെ കോളേജിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ അവിടെ വന്നതിന് ശേഷം മാമിനെ കണ്ട് മാം സ്ക്രീനിങ്ങിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്ന് എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊരു വിഷൻ ഒന്നുമില്ലായിരുന്നു. ഓട്ടോമൊബൈൽസിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഓട്ടോമൊബൈൽസ് ഫീൽഡ് എന്താണ്, വണ്ടികൾ എന്താണെന്ന് അറിയാം, വണ്ടിക്ക് അകത്തുള്ള ഫീച്ചേഴ്സ് ആയാലും വണ്ടിയുടെ അകത്ത് സെയിൽസിലായാലും എങ്ങനെയാണ് നിൽക്കേണ്ടത്. പിന്നെ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ കുറേ ചേഞ്ചസ് ഉണ്ടായി ഇവിടെ വന്നതിന് ശേഷം. ഇപ്പോൾ എന്തായാലും ഞാനൊരു നല്ല കോൺഫിഡൻ്റ് ആണ്. ഇപ്പോൾ എന്തും ചെയ്യാം. പിന്നെ ഓട്ടോമൊബൈൽസിനെ കുറിച്ചായാലും നല്ല രീതിയിലൊരു അവയർനെസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. മാക്സിമം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ നോക്കണം. നിങ്ങളുടെ ലൈഫിൽ ഇതൊരു ചേഞ്ച് ആവും. എൻ്റെ പേര് രാഹുലാണ്. ഞാൻ ഇതൊരു ഇൻസ്റ്റഗ്രാമിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടാണ്, ഹിരൺസ് അക്കാഡമി കണ്ടാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റി. എനിക്ക് EVയിലോട്ട് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു. സാർ എനിക്ക് കോൺഫിഡൻസ് തന്ന് അതിനനുസരിച്ച് EVയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ EVയിലോട്ട് പോയാലും എന്ത് ചെയ്യണമെന്നുള്ളൊരു കോൺഫിഡൻസ് ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. താങ്ക് യു.